ഹിജ്റയുടെ 537 കൊല്ലം റജബ് 14 അന്ന് തിങ്കളാഴ്ചയിൽ മഹദിയായ ഉമ്മുൽ വറ മാഗ്നൂർ എന്നവർ പ്രസവിക്കുകയാണ്. സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിനെ ഖാജ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയങ്ങള് ഖാജയുടെ നേരത്തെ നമ്മൾ കണ്ടത് ഖാജ റളിയല്ലാഹു അൻഹു മഖ്ബറ പകൽ സമയത്തിലാണ്. ഇപ്പൊ കാണുന്നത് രാത്രിയുള്ള രംഗമാണ്. ഇവരെ അകറ്റിയാൽ കാണാൻ കഴിയില്ല. ഇവിടെ നിറഞ്ഞ ഫഖീറന്മാരൊന്നും ചെറുതല്ല. ഇവരെ അകറ്റിയാൽ ഖാജയെ കാണാൻ കഴിയില്ല. നാമം ഗരീബ് നവാസിലോരത്താണാശ്രയം. നന്മ കോതിക്കുന്നോർക്കുണ്ടാവില്ലല്ലോ സംശയം. അല്ലാഹ് വലി അല്ലാഹ് വലി നിഅമൽ വലി സല്ലു അലാ ഹാദൻ നബി മുഹമ്മദ്. അങ്ങനെ ഹിജ്റയുടെ 537 വർഷം, ഹിജ്റയുടെ 537 വർഷം റജബ് 14 അന്ന് തിങ്കളാഴ്ചയിൽ ഖാജ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചു. ചെറിയ കുഞ്ഞുവാവ, നല്ല രസമുള്ള കുട്ടി. ആ കുട്ടി എങ്ങനെ വളരുകയാണ്. ഉമ്മയുടെ പാല് കുടിച്ച് പാപ്പയുടെ സ്നേഹലാളനകളൊക്കെ കിട്ടി സന്തോഷത്തിൽ സെഞ്ചറിൽ എങ്ങനെ കഴിയുകയാണ്. അങ്ങനെ ജീവിച്ച് വളർന്ന് ഏകദേശം കുറഞ്ഞ വയസ്സുകൾ പിന്നിട്ടപ്പോൾ ഇറാനിൽ ഭയങ്കര യുദ്ധം നടന്നു. ഇറാനിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ആ സമയത്തിൽ ഇറാനിലുള്ള സഞ്ചർ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് ഖുറാസാനിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര പോകാൻ ആരംഭിച്ചു. പല നാടുകളിലേക്ക് അവർ പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട പിതാവായ ഗിയാസുദ്ദീൻ എന്നവരും ഉമ്മുൽ വറ മാഗ്നൂർ എന്നവരും തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുവാവയായ സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജയെയും എടുത്ത് ഖുറാസാനിലേക്ക് പുറപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, യാതനകളും പ്രയാസങ്ങളും സങ്കടപ്പാടുകളും സഹിച്ച് സ്വന്തം നാടും വീടും പരിസരങ്ങളും ഉപേക്ഷിച്ച് ഖുറാസാനിലേക്ക് അവര് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഖുറാസാനിലെത്തിയപ്പോൾ കച്ചവടക്കാരനായ ഗിയാസുദ്ദീൻ എന്നവർ ഒന്ന് ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, അതായത് ആദ്യം ഈ സജിസ്ഥാനിലേക്ക് പോയി കച്ചവടമൊക്കെ നടത്തി, അവിടെയും കച്ചവടം. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ പിന്നെയും കച്ചവടം. ആ കച്ചവടത്തിന്റെ ഇടയിൽ വലിയ യുദ്ധം നടന്നു. കച്ചവടങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയി, തോറ്റു തുന്നം പാറിപ്പോയി. അങ്ങനെ ഗിയാസുദ്ദീൻ എന്നവരൊന്ന് ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. പക്ഷേ മുതലും സ്വത്തും ഉണ്ട്, ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. ഗിയാസുദ്ദീൻ എന്നവര് റളിയല്ലാഹു അൻഹു മഹദിയായ ഉമ്മുൽ വറ മാഗ്നൂർ എന്നവരും ഒതുങ്ങിക്കഴിയാൻ തുടങ്ങി. അപ്പോൾ കുട്ടിയുടെ പഠനം ശ്രദ്ധിച്ചു. ആദ്യ ഭാഗം പഠിപ്പിച്ചു കൊടുത്തത് മാനാകുന്ന അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു ആദ്യത്തെ ഉസ്താദ് ഗിയാസുദ്ദീൻ റളിയല്ലാഹു അൻഹു ആണ്. തന്റെ പ്രിയപ്പെട്ട പിതാവാണ്, ആദ്യത്തെ പ്രിയപ്പെട്ട ഗുരുനാഥൻ. അങ്ങനെ 7ാമത്തെ വയസ്സെത്തിയപ്പോൾ മഹാനായ അജ്മീർ ഖാജ എന്ന കുഞ്ഞുവാവ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നായകൻ, നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈ വിശുദ്ധമായ നാമം തന്നെ അവരുടെ പേരിലാണ്. നൂറെ അജ്മീർ, അജ്മീറിന്റെ നാമത്തിലാണ്, അജ്മീറിന്റെ പ്രഭ. അത് മഹാനായ സുൽത്താനുൽ ഹിന്ദാണ്, അജ്മീർ ഖാജയാണ് റളിയല്ലാഹു അൻഹു. 7ാമത്തെ വയസ്സിൽ ബുദ്ധിമാനായ ആ കുഞ്ഞുമാവയെ അവരുടെ ബുദ്ധിയുടെ ശക്തിയും അവരുടെ ജീവിതമൊക്കെ കണ്ട് പ്രിയപ്പെട്ട പിതാവ് ഗിയാസുദ്ദീൻ എന്നവരും ഓതിപ്പടി